ഞാനായിരുന്നെങ്കിൽ അയർലൻഡിനെതിരെ വൈഭവിനെ ഉറപ്പായും കളിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കളി കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. സഞ്ജു സാംസണിനോ അഭിഷേക് ശർമ്മയ്ക്കോ പകരം വൈഭവിന് അവസരം കൊടുത്തു നോക്കൂ. ഒരു മത്സരത്തിൽ ചിലപ്പോൾ സഞ്ജുവോ അല്ലെങ്കിൽ അഭിഷേകോ പുറത്തിരിക്കേണ്ടി വരും. മുൻ ഇന്ത്യൻ താരം സുനിൽ ഗാവസ്കറുടെ വാക്കുകളാണിത്. അതെ, വൈഭവ് വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ വിന്നിംഗ് ഓപ്പണിംഗ് സഖ്യം പൊളിച്ചെഴുതേണ്ടി വരുമെന്നാണ് ഗാവസ്കറുടെ വാക്കിലെ സൂചന. അങ്ങനെ സംഭവിക്കുമോ? സാധ്യതകളെ നമുക്ക് പരിശോധിക്കാം. ഇതിഹാസ ക്രിക്കറ്റർ സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് പഴങ്കഥയാക്കിയാണ് വൈഭവ് സൂര്യവംശി എന്ന ബിഹാറുകാരൻ ഇന്ത്യൻ സീനിയർ ടീമിൽ അംഗമായത്. ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങളെല്ലാം വണ്ടർ കിഡ് എന്ന് വിശേഷിപ്പിച്ച വൈഭവിന്റെ സീനിയർ ടീമിലേക്കുള്ള പ്രവേശനം അത്ഭുതകരമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ആദ്യമായി കളിച്ച എഡിഷനിലും രണ്ടാം പതിപ്പിലും തന്റെ മുദ്ര പതിപ്പിച്ചതോടെയാണ് താരം ശരവേഗം ഇന്ത്യൻ ടീമിലെത്തിയത്. ഇക്കഴിഞ്ഞ IPL-ൽ കൈനിറയെ പുരസ്കാരങ്ങളുമായാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിലെത്തിയ വൈഭവിന് വിശ്രമിക്കാൻ സമയമില്ല. ശ്രീലങ്ക A ടീമിനെതിരായ മത്സരങ്ങൾക്കായി ഇന്ത്യ A ടീം ക്യാമ്പിൽ പരിശീലനത്തിലാണ് വൈഭവ്. ഇനി കളിക്കാൻ ശ്രീലങ്കയിൽ പോകണം. ശേഷം അയർലൻഡിലേക്കും ഇംഗ്ലണ്ടിലേക്കും പറക്കണം. ശ്രേയസ് അയ്യർ നയിക്കുന്ന പുതിയുഗ ടീമിൽ അംഗമാണ് വൈഭവ്. വൈഭവിന്റെ പ്രതിഭയെ ഇന്ത്യ തീർച്ചയായും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ആവശ്യം. ഇന്ത്യൻ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കാനിരിക്കുന്ന വൈഭവ് സൂര്യവംശിക്ക് പ്ലേയിങ് ലെവലിൽ നിർബന്ധമായും ഇടം നൽകണമെന്നാവശ്യപ്പെട്ട് മുൻതാരം സുനിൽ ഗാവസ്കർ രംഗത്തെത്തിയത് കാര്യഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഓപ്പണർമാരായി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ സഖ്യമുണ്ടെങ്കിലും വൈഭവിനെ കളിപ്പിക്കാൻ വൈകരുതെന്നാണ് ഗാവസ്കറുടെ നിലപാട്. 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ T20 ടീമിൽ അരങ്ങേറാൻ ഉടൻ അവസരമൊരുക്കണമെന്നും ഗാവസ്കർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഉൾപ്പെടെ മികച്ച ഫോമിലായതിനാൽ എവിടെ അദ്ദേഹത്തെ കളിപ്പിക്കും എന്നതാണ് നേരിടുന്ന വെല്ലുവിളി. പക്ഷേ ആരെ പുറത്തിരുത്തിയാലും വേണ്ടില്ല, വൈഭവിനെ കളിപ്പിക്കണമെന്നാണ് ഗാവസ്കർ പറയുന്നത്. ഇത് തള്ളിക്കളയാൻ പരിശീലകൻ ഗംഭീറിനുമാകില്ല. എന്നാൽ തന്റെ വിശ്വസ്തരായ സഞ്ജുവിനെയും അഭിഷേകിനെയും എങ്ങനെ മാറ്റുമെന്ന കൺഫ്യൂഷനാണ് ഗംഭീറിനെ കുഴക്കുക. വൈഭവ് സൂര്യവംശി വരുമ്പോൾ ആരാകും മാറുക? സഞ്ജു സാംസണോ അതോ അഭിഷേക് ശർമ്മയോ? ഇവിടെ എന്തായിരിക്കും ടീം മാനേജ്മെന്റിന്റെ ചോയ്സ് എന്നതാണ് ഇനി ആകാംക്ഷ. അയർലൻഡ് പരമ്പരയിലെ 2 മത്സരങ്ങളിൽ സ്വാഭാവികമായും സഞ്ജുവിനെയും അഭിഷേകിനെയും കളിപ്പിച്ചേക്കും. ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി സൂര്യവംശിയെ ആദ്യ 11-ൽ ഇറക്കാൻ സാധ്യതയില്ല. സഞ്ജു ഫോം ഔട്ടായാൽ ഇംഗ്ലണ്ട് പരമ്പര അദ്ദേഹത്തിന് മറന്നേക്കാം. അഭിഷേകിന് സ്ഥാനചലനത്തിന് സാധ്യത കുറവാണ്. സ്ഥിരതയില്ലാത്ത താരമെന്ന ചീത്തപ്പേര് സഞ്ജുവിന്റെ കൂടെയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വൈഭവിന് ടീമിലെത്താനുള്ള സാധ്യതയേറും. ഇംഗ്ലണ്ടിനെതിരെയാകും അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമെന്നും അനുമാനിക്കാം. അയർലൻഡിനെതിരെ സഞ്ജു കളിക്കുമെന്നുറപ്പാണ്. പക്ഷേ ഗംഭീര പ്രകടനം നടത്തേണ്ടതുണ്ട്. സമ്മർദ്ദങ്ങളിൽ പലപ്പോഴും വീണുപോകുന്ന സഞ്ജുവിന് അവിടെ എത്രത്തോളം വിജയിക്കാനാകുമെന്നാണ് ഇനി കാത്തിരിപ്പ്. ഇക്കഴിഞ്ഞ IPL-ലും താരം 2 സെഞ്ചുറി നേടിയെങ്കിലും സ്ഥിരത നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് വൈഭവ് സൂര്യവംശിക്ക് നറുക്ക് വീഴാനിടയാക്കുക. പ്രതിഭാധാരാളിത്തമുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് കഴിവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം വൈഭവ് സൂര്യവംശി മിന്നുന്ന പ്രകടനം നടത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തുക എന്നത് ടീമിനോടും താരത്തോടും ചെയ്യുന്ന നീതികേടാണ്. ഈ ബോധ്യം മാനേജ്മെന്റിനുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഇന്ത്യൻ ടീം താരധാരാളിത്തത്തിന്റെ പ്രതിസന്ധിയിലാണ് എന്നർത്ഥം. ഇനി സഞ്ജുവിന്റെ മറ്റൊരു സാധ്യത ഇങ്ങനെയാണ്. അഭിഷേക് ഫോം ഔട്ടാവുകയോ അല്ലെങ്കിൽ ഓപ്പണിങ്ങിന് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോംബോ എന്നത് പരീക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അവിടെ സഞ്ജുവിനും വൈഭവിനും കളിക്കാനുള്ള സാധ്യതയേറും. അതുകൊണ്ട് തന്നെ വൈഭവ് ഭീഷണിയാവുക അഭിഷേകിനാണ് എന്ന അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷേ അവിടെ പ്രായം കൂടി പരിഗണിക്കപ്പെട്ടാൽ അഭിഷേകിന്റെ ഭാവി കൂടി മനസ്സിൽ കണ്ടാകും തിരഞ്ഞെടുപ്പ്. സഞ്ജുവിന് പ്രായം 31 പിന്നിട്ടു. അഭിഷേകിന് 25 വയസ്സാണ്. ഇനിയും നീണ്ട കരിയർ കാത്തിരിക്കുന്നുണ്ട് അയാളെ. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനുമുണ്ട് ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്കായി. 27 വയസ്സാണ് ഇഷാന്റെ പ്രായം. ഭാവി കൂടി മുന്നിൽ കണ്ടാണ് മാനേജ്മെന്റ് അവസരങ്ങൾ നൽകുന്നതെങ്കിൽ തീർച്ചയായും അഭിഷേക് വരും. ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് പോലും അങ്ങനെയാണ്. അതോടൊപ്പം സൂര്യകുമാർ യാദവിനെ ഒഴിവാക്കി ടീം പ്രഖ്യാപിച്ചതും ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ലോകകപ്പ് ജയിച്ച ക്യാപ്റ്റനെയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. IPL പ്രകടനങ്ങളെ കണക്കിലെടുത്താൽ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും സേഫ് സോണിലാണ്. ഇഷാൻ കിഷൻ 602 റൺസും അഭിഷേക് ശർമ്മ 563 റൺസും എടുത്തിട്ടുണ്ട്. സഞ്ജു സാംസൺ 477 റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി നേടിയത്. അഭിഷേകും ഇഷാൻ കിഷനും സ്ഥിരതയോടെയാണ് കളിക്കുന്നതെന്നതും പ്രധാനമാണ്. മിഡിൽ ഓർഡറിൽ തിലക് വർമ്മ ഫോമിലാണ്. അവിടേക്ക് മറ്റൊരാളെ നോക്കേണ്ടതില്ല.
IPL-ൽ നന്നായി തിളങ്ങിയ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ജയ്സ്വാളുമൊക്കെ പുറത്താണ്. അതായത് സഞ്ജുവിന് ഇനി കിട്ടുന്ന അവസരങ്ങളെ സ്ഥിരതയോടെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ കരിയറിന് തന്നെ കരിനിഴലാകും. ലോകകപ്പ് നേടിക്കൊടുത്ത താരമെന്നത് ശരി തന്നെ, പക്ഷേ മുന്നോട്ട് കുതിക്കാൻ സ്ഥിരത തന്നെയാണ് അത്യാവശ്യം. ആരൊക്കെ ടീമിലുണ്ട് എന്നതൊന്നുമല്ല, വൈഭവ് സൂര്യവംശിയാണ് ഇപ്പോഴത്തെ താരമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മുൻ താരം ഗാവസ്കർ. ഇന്ത്യയുടെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും വൈഭവിനെ കുറിച്ച് പറഞ്ഞത് കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം അദ്ദേഹത്തെ ടീമിലെടുക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കി. ഇതാണ് അഗാർക്കർ പറഞ്ഞത്. സഞ്ജുവിനെ പോലെ ഇത് ഇന്ത്യൻ ടീമിനും പ്രതിസന്ധി ഘട്ടമാണ്. ആരെ ഉൾക്കൊള്ളണം, ആരെ തള്ളിക്കളയണം എന്ന പ്രതിസന്ധി. പക്ഷേ പടവെട്ടി വന്ന് പിച്ചിൽ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ലോക കിരീടം വരെ സമ്മാനിച്ച സഞ്ജുവിൽ ഇനിയും കനൽത്തരികൾ ബാക്കിയുണ്ടെന്നാണ് വിശ്വാസം.